ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരിച്ച ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചേരിയിൽ വലിയ പറമ്പിൽ നോബി കുര്യാക്കോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറ്റുമാനൂർ പോലീസാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോബിയുടെ ഭാര്യ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഏറ്റുമാനൂർ സ്റ്റേഷന് മുമ്പുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവമുണ്ടായത്. പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ അത് തന്റെ അവസാന യാത്രയിലേക്കുള്ള പോക്കായിരുന്നു. 9 മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചിരുന്നത്. എന്നാൽ ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ ഷൈനിയെ 4 വശത്തു നിന്നും പ്രശ്നങ്ങൾ വട്ടം മുറുക്കുകയായിരുന്നു. ഒടുക്കം യാതൊരു ഗതിയുമില്ലാതെ ഷൈനി തന്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസ് നടക്കുന്നതിനിടെയാണ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ഈ വിഷയത്തിന്റെ കൂടുതൽ വിവരങ്ങൾ സംഭവ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ റിപ്പോർട്ടർ ശ്രുതിയും ക്യാമറമാൻ ആഷിക്കും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വിവരങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഏറ്റുമാനൂരിൽ യുവതിയും 2 പെൺമക്കളെയും കൂട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പ്രതിയായ, അതായത് ഭർത്താവായ നോബിയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോബിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായിട്ട് പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വാട്സപ്പ് സന്ദേശങ്ങളായിരിക്കും ഈ ഒരു കേസിന് നിർണായകമായിട്ട് പോലീസ് കാണുന്നത്. വാട്സപ്പ് സന്ദേശങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇനി ഇതിനകത്ത് മറ്റു പ്രതികളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. നാളെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്സപ്പ് സന്ദേശങ്ങൾ തന്നെയാണ്. വാട്സപ്പ് സന്ദേശങ്ങൾ നിലവിൽ നോബി ഡിലീറ്റ് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കേസിന്റെ നിർണായകമായ ഒരു വഴിത്തിരിവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക.